സാറിന് മലയാളത്തിന് ഇപ്പോൾ ഏക ഒരു ബഹുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സാറിൻ്റെ കവിതാ സമാഹാരത്തിന്. എങ്ങനെ ഇത് കാണുന്നു? ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിലെ ഏറ്റവും വലിയൊരു പുരസ്കാരം തന്നെയാണ്. ആ ഭാഷയിൽ നിന്ന് ഒരു വർഷം ഒരു കൃതിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ഇപ്രാവശ്യം കവിതയ്ക്ക് കിട്ടി, കവിതയിൽ തന്നെ എനിക്ക് കിട്ടി എന്നുള്ളത് കഴിഞ്ഞ 35 വർഷമായി കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വലിയ അംഗീകാരമായി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നന്നായി എന്ന് എന്നോട് വായനക്കാർ പറയുന്നത് പോലെ ആണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. അങ്ങേയറ്റത്തെ സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഈ അവാർഡ് കിട്ടുമ്പോൾ എനിക്കുണ്ട്. കാരണം ഈ അവാർഡിൻ്റെ ഒരു പ്രാധാന്യവും ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഒരു ദേശീയ പ്രാധാന്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ മിനിസ്ട്രിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ സാഹിത്യ അക്കാദമിയിൽ ഞാൻ എക്സ് ഒഫീഷ്യോ മെമ്പറാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. അപ്പോൾ തന്നെ അതിനു മുമ്പ് നമുക്കറിയാമെങ്കിലും അവാർഡ് കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട്, എത്രയോ മികച്ച എഴുത്തുകാരുണ്ട്, അതിൽ നിന്ന് നമ്മുടെ കൃതി ആ സോൺ ഓഫ് കൺസിഡറേഷനിൽ വന്ന് അതിനെ ലിസ്റ്റിൽ നിന്ന് ഓരോ പടവും കടന്ന് അവസാനം ഒരു ജൂറി നമ്മളുടെ പേര് ശുപാർശ ചെയ്ത് അതിവിടുത്തെ നിർവാഹക സമിതി അംഗീകരിച്ചിട്ടാണ് ഇത് കിട്ടുക. അത്ര എളുപ്പമല്ല ഇതിൻ്റെ പ്രക്രിയ. ആ പ്രക്രിയയിലൊക്കെ കടന്ന് ഇവിടെ വന്നതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ കവിതകൾ ആരൊക്കെ വായിച്ച് ഈ കൃതി കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതും എൻ്റെ ഇതുവരെയുള്ള സംഭാവനകളെല്ലാം കണക്കിലെടുത്തു എന്നുള്ളതും ഒരു എഴുത്തുകാരനെന്നുള്ള നിലയ്ക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി എനിക്ക് തരുന്നു. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ അവാർഡ്? എന്താ പ്രതീക്ഷിച്ചിരുന്നോ? അവാർഡിപ്പോൾ ഈ കവിത എഴുതുന്ന ഞങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ചിലവ് പ്രതീക്ഷ വരും. അല്ലാതെ ഇതിപ്പോൾ ഈ വർഷം സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമെന്നൊന്നും ഞാനങ്ങനെ കണക്കാക്കിയിട്ടില്ല. കിട്ടിയതിൽ സന്തോഷം. ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്താണ്? ഇത് ഒരു കവിതയല്ല, ഇത് ഏതാണ്ട് 38 കവിതകൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ്. എൻ്റെ 10ാമത്തെ കവിതാ സമാഹാരമാണ്. ഞാനെല്ലാം കൂടി ഇപ്പോൾ 47 കൃതികൾ എഴുതി. ഒരു 40 എണ്ണം മലയാളത്തിൽ, 7 എണ്ണം ഇംഗ്ലീഷിലും. ഇംഗ്ലീഷിൽ എൻ്റെ 3 കവിതാ സമാഹാരങ്ങളുണ്ട്, മലയാളത്തിൽ 12 ഉണ്ട്. ഇതിനകത്ത് 10ാമത്തെ കൃതിയാണ്. ഇതിന് ശേഷം 2 എണ്ണം വന്നിട്ടുണ്ട്. 10ാമത്തെ കാവ്യ സമാഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ, ഞാൻ 1986 തോന്നുന്നു എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഇറങ്ങുന്നത്. അത് ഞാൻ കോഴിക്കോട് കളക്ടറാണ് അന്ന്. പിന്നെ അത് ഒറ്റപ്പെട്ടവൻ്റെ പാട്ട് എന്നാണ് അതിൻ്റെ പേര്. വളരെ ചെറിയൊരു പുസ്തകമാണ്. അന്ന് തൊട്ട് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, നമ്മൾ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് നമ്മളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മൾ നടത്തിയിരുന്ന, നമ്മൾക്ക് വളരെ വിലപ്പെട്ടതെന്ന് നമ്മൾ കരുതിയിരുന്ന വിശ്വാസങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന കാലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരെയും പോലെ ഒരു കവിക്കും ആകാംക്ഷകളും ആകുലതകളും ഒക്കെ ഉണ്ടാകും. കവി അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ആഴത്തിൽ അതിനെടുത്ത് അയാൾക്കറിയാവുന്നുള്ള ഭാഷയിൽ അയാൾ കണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഇമേജറിയിലൊക്കെ അതിനെ ആവിഷ്കരിക്കുമ്പോഴാണ് കവിത, ഓരോ കവിയും വ്യത്യസ്തമായിട്ട് എഴുതുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കവികൾ കാണുന്നതൊക്കെ ഒരേ കാര്യം തന്നെ, പക്ഷേ ഓരോ കവിയും വ്യത്യസ്തമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും തൻ്റെ ജീവിതത്തിനോടുള്ള, ആ ജീവിത കാലഘട്ടത്തിനോടുള്ള തൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഓരോ തരത്തിലാകും. അങ്ങനെ ഞാൻ ഈ പിങ്കളകേശരിക്കകത്ത് പറയുന്നത് തന്നെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും ആകാംക്ഷകളും ഒക്കെ തന്നെയാണ്. അത് ഓരോ ജീവിത സന്ദർഭങ്ങളിൽ കാണുന്നു. അങ്ങനെയാണ് ഈ പുസ്തകം. അത് കാലഘട്ടത്തിനോട് നീതി പുലർത്തുന്നു എന്നാണ് എനിക്ക്, ആ കവിതകൾ അങ്ങനെയുള്ളതാണെന്നാണ് എൻ്റെ ഒരു ചെറിയ അവകാശമാണ്. കവിതയ്ക്ക് പുരസ്കാരം കിട്ടുമ്പോൾ കവിതയ്ക്ക് വേറെ എനിക്ക് പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് പലതും കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല, പക്ഷെ നാട്ടിലാണെങ്കിലും പുരസ്കാരങ്ങൾക്ക് എനിക്ക് കുറവില്ല. എനിക്ക് ഒരുപാട് പേര് എന്നെ പുരസ്കരിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷവുമാണ്. എന്നാൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ അത് കവിതയ്ക്ക്, നമ്മൾ 35 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല. ഞാനിപ്പോൾ ഗാനരചയിതാവുന്നതോ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതോ ഒക്കെ അടിസ്ഥാനപരമായ ഒരു കവിത്വം കൊണ്ടാണ്. അതാണ് തട്ടകം. അതിന് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഏരിയയ്ക്ക് അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. 35 വർഷമായിട്ട് കവിത എഴുതിയിട്ട് ഈ ഒരു അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം, ആ കവിത എഴുത്ത് കൊള്ളാം, അത് ചെയ്ത പ്രവൃത്തി നന്നായി എന്ന് പറയുന്ന ഒരു, എന്താണ്, ഒരു പാറ്റ് ഓൺ ദ ബാക്ക് എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റ് നോക്കുന്ന സമയത്ത് കോവിഡ്, വിസിറ്റിംഗ് കാർഡ്സ്, അങ്ങനെ വളരെ കറണ്ടായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു ഇത് കാണുന്നുണ്ട്. ഉണ്ട്, കുറച്ച് ആത്മകഥാപരവും ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് വിസിറ്റിംഗ് കാർഡ് എന്നുള്ള കവിതയുണ്ട്. കാരണം ഞാൻ 10-35 വർഷം ഉദ്യോഗസ്ഥരിടുന്നു, പല വിസിറ്റിംഗ് കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയറക്ടർ, സെക്രട്ടറി, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ഒക്കെ, ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറി. ഈ കാർഡുകളൊക്കെ ബാക്കി നമ്മുടെ എപ്പോഴും കുറച്ചുണ്ടാവും.
അവസാനം റിട്ടയർ ചെയ്തപ്പോൾ ഞാനിതെല്ലാം കൂടെ നോക്കിയിട്ട് ഇത് ഇനി വെച്ചുകൊണ്ടതിന് എന്താ കാര്യം? യാതൊരു കാര്യമില്ല. എൻ്റെ കാർഡുകൾ പലരുടെയും കാണാം, അവരുടെ കാർഡ് എന്തെങ്കിലും ഉണ്ട്. ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ കാർഡൊന്നും ഇല്ലാതെ നീ ആരെങ്കിലും ആണോ, അതാണ് ഇപ്പോൾ ആരെങ്കിലും ആണോ എന്നാണ് ഇപ്പോൾ ഈ അവാർഡ് എന്നോട് പറയുന്നത്. അത് നീ കവിയാണെന്ന് പറഞ്ഞതാണ്. ഈ കാർഡുകൾ നഷ്ടപ്പെട്ട എനിക്ക് കവിതയുടെ ഒരു കാർഡ് അക്കാദമി നീട്ടിത്തരുന്നത് എന്നതില്ലാത്തൊരു സന്തോഷം തന്നെ. ഇപ്പം ഈ സാഹിത്യ അക്കാദമി സെക്രട്ടറി പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കവികളുള്ളൊരു നാടാണ് കേരളം എന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ ആ എത്തിച്ചേരേണ്ട കൈകളിൽ തന്നെയാണ് ഈ അവാർഡ് എത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പുതിയതായി വരുന്ന കവികൾക്കൊക്കെ ഒരു ഊർജ്ജമല്ലേ മലയാളത്തിന്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കവിതകൾ ഇത്ര ഒരു ഊർജ്ജത്തോടു കൂടി എഴുതപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യമായ സംഗതിയാണ്. നമ്മൾ അതിനകത്താണ് ജീവിക്കുന്നത്. അത് നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് വിത്ത് സൊസൈറ്റിയാണ്. നമ്മുടെ കാലഘട്ടവും സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് പാർട്ടി പൊളിറ്റിക്സ് വേറെ. അപ്പം നമ്മുടെ ഇവിടെ എല്ലാ കവികൾക്കും അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിനോട് എന്തോ തരത്തിൽ അവന് ബന്ധപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ കവികളും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോരുത്തരുടെ വ്യക്തിത്വം അനുസരിച്ചും വിശ്വാസങ്ങളനുസരിച്ചും ക്രാഫ്റ്റ് അനുസരിച്ചും ഒക്കെ ഇത് മാറും. അപ്പോൾ അതുകൊണ്ട് കവികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആകെ എനിക്ക് തോന്നുന്നത് ഈ മാറി വരുന്ന ചില ഫാഷനുകളുണ്ട് കവിത ആവിഷ്കാരത്തിലൊക്കെ. ഫോമിൽ കണ്ടൻറ്റിനകത്ത് ഈ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഫോമിലൊക്കെ മാറി വരുന്ന ചില ഫാഷനുകളുണ്ട്. ഞാൻ അതിനകത്തൊക്കെ ഒരു യാഥാസ്ഥികരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ ആലോചിച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ബോധ്യമല്ലാത്തൊരു കാര്യം, ഈ ഒരു കവിത വേറൊരാൾ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കവിത ഞാൻ എഴുതില്ല. എനിക്ക് കൂടെ ബോധ്യപ്പെടത്തക്ക രീതിയിലുള്ള ആവിഷ്കാരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. പിന്നെ വായനക്കാരനെ കൂടെ നമുക്ക് കണക്കാക്കണമല്ലോ. എൻ്റെ ആഹ്ലാദത്തിന് മാത്രം എഴുതിയാൽ പോരെ, വായനക്കാരന് കുറച്ച് സംവേദനം ചെയ്യണം. അതിനാണല്ലോ നമ്മൾ എഴുതുന്നത്. വായനക്കാരനത് വായിച്ചിട്ട് അന്താളിച്ച് പോയ എൻ്റെ അധ്വാനം വൃഥാവിലല്ലേ. അതുകൊണ്ട് അയാളെ കൂടെ കണക്കിലെടുക്കണം. അതുകൊണ്ട് വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ഞാൻ മുതിരാറില്ല. എന്നാൽ പരമ്പരാഗതമായ രീതിയിൽ എഴുതുന്നുമില്ല. പുതിയ കാലത്തെ കവിതകളിലെ സാഹിത്യ മൂല്യം നഷ്ടപ്പെടുന്നു തോന്നുന്നു. അത് ഞാനീ പറഞ്ഞതുപോലെ എല്ലാ കവികൾക്കും വ്യത്യസ്തരാവാൻ വലിയ ആഗ്രഹമാണ്. അത് സ്വാഭാവികം. അതുകൊണ്ടാണ് അവൻ കവിയായത്, അല്ലെങ്കിൽ അവൾ കവിയായത്. വ്യത്യസ്തനാകണം, വ്യത്യസ്തമായിട്ട് ആവിഷ്കരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും പഴയ രീതിയിലുള്ള വാക്കുകൾ വേണ്ട, സംസ്കൃത വാക്കുകൾ വേണ്ട, പഴയ ഉപമകൾ വേണ്ട, നമ്മൾ കുറച്ച് ഡെയറിങ് ആയിരിക്കണം. ഇതൊക്കെ എല്ലാ കവികൾക്കും ഉള്ള ചില പ്രശ്നങ്ങളാണ്. അങ്ങനെ ചില ആവിഷ്കാരങ്ങൾ ചീറ്റിപ്പോവും, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വായനക്കാരൻ്റെ സൗന്ദര്യബോധം കൂടി നമ്മുടെ മനസ്സിൽ വെക്കണം. അല്ല നമ്മൾ എത്തുന്നിടത്ത് വായനക്കാരെത്തിക്കൊള്ളുന്നില്ല. അങ്ങനൊരു നെഗോസിയേഷനുണ്ട്. എൻ്റെ കവിതയിൽ അത് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞത് തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, പ്രചോദനം എന്ന് മാത്രമല്ല, കൂടുതൽ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരു കവിത എന്ന് പറയുന്ന മാധ്യമത്തെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണാനും കൂടി ഈ അവാർഡ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. കവിത എന്ന് പറയുന്നത് നേരം പോക്കല്ല എന്ന് പണ്ടും എനിക്കറിയാം. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്, അതാണ് വേറൊരു കുഴപ്പം. അപ്പോൾ കവിതയിൽ കുറച്ചും കൂടി നമ്മുടെ ആത്മസത്ത ഇനിയും ഉണ്ടാവണമെന്നാണ് ഈ അവാർഡ് എന്നോട് ആവശ്യപ്പെടുന്നത്. പുതിയ ഏതെങ്കിലും കവിത എഴുതി തുടങ്ങി? അത് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. എഴുത്തൊരിക്കലും അവസാനിക്കുന്നില്ല. ഒരു 10-40 ആകുമ്പോഴേ നമ്മളൊരു പുസ്തകമായിട്ട് ഇറക്കുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് സൂചികളില്ലാത്ത ക്ലോക്ക് എന്നൊരു പുസ്തകമാണ്. കഴിഞ്ഞ ഈ വർഷം 24 ഇറങ്ങിയത്, സൂചികളില്ലാത്ത ക്ലോക്ക്. അതിനകത്ത് 40 കവിതകളുണ്ട്. ഇനി ഒരു 30 സമാഹരിക്കാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് അത് സമാഹരിക്കാത്തത്. അതുകൊണ്ട് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പുതിയ തലമുറയുടെ എന്താ പറയാനുള്ളത്? പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഞാനും ഒക്കെ പുതിയ തലമുറയല്ലേ. ഞാൻ പഴയ തലമുറ എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ജീവിക്കുന്ന തലമുറ, എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും അവരൊരിക്കലും എപ്പൊളിറ്റിക്കലാണ്. അവർ സമൂഹത്തിൽ നകന്നു പോകരുത്. അവനവൻ്റെ കാര്യം മാത്രം നോക്കി അവനവൻ്റെ ദുഃഖങ്ങളെ മാത്രം പറ്റി കവിത എഴുതരുതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെ എഴുതി ഡയറിയിൽ സൂക്ഷിച്ചാൽ മതി. അവനവൻ്റെ ദുഃഖം മറ്റുള്ളവൻ്റെ ദുഃഖം കൂടിയായി മാറുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിൽ മാത്രമേ, ഉയരത്തിൽ മാത്രമേ കവിക്ക് സ്ഥാനമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും.